നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം നടന്ന CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിൽ വിമർശനങ്ങൾ ഉണ്ടായി എന്നിപ്പോൾ പാർട്ടി സമ്മതിക്കുന്നുണ്ട്. അത്രയും നല്ല കാര്യം. വിമർശനങ്ങളൊന്നും ഉണ്ടായില്ല. ഈ വൻ വിജയം നേടിയതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിനെയും അഭിനന്ദിച്ച് ഒരു പൂച്ചെണ്ട് നൽകി യോഗം പിരിഞ്ഞു എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അത്രയും സന്തോഷകരമായ ഒരു കാര്യമാണ്. അത്രയും സത്യസന്ധത പാർട്ടി കാണിച്ചല്ലോ. പക്ഷെ ഒരു കാര്യം ഇതിനിടയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നുണ്ട്. വിമർശിച്ചു എന്ന് പറയുന്നത് ശരിയാ, വിമർശനം ഉണ്ടായി എന്ന് പറയുന്നത്. പക്ഷെ ആരെയും പേരെടുത്ത് പറഞ്ഞ് ആരെയും കുറ്റപ്പെടുത്തി ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. ബാക്കി ഈ പത്രങ്ങളിലൊക്കെ വന്നത് വെറുതെയാണ്, നുണയാണ്, കള്ളമാണ്. മർച്ചൻ്റ് ഇൻ വെനീസ് എന്ന് പറയുന്ന നാടകത്തിലെ ഷൈലോക്കിൻ്റെയും അൻ്റോണിയോയുടെയും കഥ നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. സ്കൂൾ കാലത്ത് തന്നെ പഠിച്ചൊരു കഥയായിരിക്കണം അത്. ഷൈലോക്ക് ഒരു കുടിലബുദ്ധിക്കാരനായിരുന്നു. അൻ്റോണിയോയ്ക്കൊട്ടൊരു പണി കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നതാണ്. അവസാനം ഈ അൻ്റോണിയോ അവിടുത്തെ ഒരു 3000 രൂപ ഈ ഷൈലോക്കിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി. അപ്പം അന്നൊരു കരാറ് വെച്ചിരുന്നു. അതായത് 3 മാസത്തിനകം പണം തിരികെ കൊടുക്കുന്നില്ലെങ്കിൽ അൻ്റോണിയോയുടെ നെഞ്ചിലെ ഒരു റാത്തൽ മാംസം അയാൾക്ക് കൊടുക്കണം. അതായിരുന്നു കരാറ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കപ്പലിലെ വ്യാപാരം നടത്തിയിരുന്ന ഈ അൻ്റോണിയുടെ കപ്പലുകളൊക്കെ കടലിൽ മുങ്ങി, വലിയ നഷ്ടമുണ്ടായി, പാപ്പരായി. ഈ 3000 ഉറുപ്പ്യ കൊടുക്കാനായി അയാൾക്ക് വകയില്ലാതെ വന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? നമ്മുടെ ഷൈലോക്ക് നെഞ്ചിലെ ഒരു റാത്തൽ മാംസം ആവശ്യപ്പെട്ടു. അയാൾ കോടതിയിൽ പോയി. കോടതിയിൽ ആ കേസിൻ്റെ വിസ്താരം നടന്നു. എല്ലാവരും വിചാരിച്ചു അൻ്റോണിയുടെ കാര്യം പോക്കായെന്ന്. അപ്പോഴാണ് പോർഷ്യ എന്ന് പറയുന്ന ഒരു വക്കീൽ അവർ അൻ്റോണിയോയ്ക്ക് വേണ്ടി വാദിച്ചു. അവരൊരു കാര്യം പറഞ്ഞു, കരാറ് പ്രകാരം നിങ്ങൾക്ക് ഒരു റാത്തൽ മാംസം അവകാശപ്പെട്ടതാണ്, അതെടുത്തു, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു തുള്ളി ചോര നിരത്തി വിടരുത്. കാരണം ചോര തരാമെന്ന് പറഞ്ഞിട്ടില്ല, മാംസം തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അൻ്റോണിയെ വെറുതെ വിട്ടു. ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ചോര പൊടിയാതെ നെഞ്ചിൽ നിന്ന് ഒരു റാത്തൽ മാംസം മുറിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ പരാജയത്തിന് ഉത്തരവാദികളായവരുടെ പേര് പറയാതെ എങ്ങനെയാണ് വിമർശനം നടത്തുക? മനസ്സിലായില്ലേ? നിങ്ങൾ വിമർശനം ഉണ്ടായി എന്ന് പറയുന്നു. വിമർശനം ഉണ്ടായ എന്തിൻ്റെ പേരില്ല? പരാജയത്തിൻ്റെ പേരില്ല. ആ പരാജയത്തിന് ചില കാരണങ്ങളുണ്ട്. അതാ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സെക്രട്ടേറിയറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ ഈ കാരണങ്ങൾ അത് ഓരോരുത്തരുടെ ചെയ്തികൾ കൊണ്ടുണ്ടായതാണ്. അത് പിണറായി വിജയൻ്റെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെയും ചെയ്തികൾ കൊണ്ട്. പാലോളി മുഹമ്മദ് കുട്ടി തന്നെ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിനെ വിമർശിച്ചു, MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയെ. അപ്പോൾ MV ഗോവിന്ദൻ മാഷിൻ്റെ പേര് പറയാതെ ആ വിമർശനം നടക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകൾ, ഗവൺമെൻറ് ധിക്കാരം, ധാർഷ്ട്യം, ധൂർത്ത്, ഖജനാവിൽ പണമില്ലാതെ പോയത്, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ചെയ്യാതിരുന്നത്, ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തത്, അതിനൊക്കെ ഒരു ഉത്തരവാദികളില്ലേ? അവരുടെ പേര് പറയാതെ ഇനി പിണറായി വിജയൻ എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ടാവില്ല, MV ഗോവിന്ദൻ മാഷിനുള്ളൊരു പേര് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയാതെ പറ്റുമോ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറയാതെ പറ്റുമോ? അപ്പോഴെങ്ങനെയാണ് പേര് പറയാതെ, നേതാക്കളുടെ പേരെടുത്ത് പറയാതെ, അവരെ കുറ്റപ്പെടുത്താതെ വിമർശനം ഉന്നയിക്കുന്നത്? അതാ പറഞ്ഞത്, ഷൈലോക്കിൻ്റെ കാര്യത്തിൽ സംഭവിക്കാത്തത് ഇവിടെ സംഭവിക്കുമോ? ഇല്ലല്ലോ. എന്തൊക്കെ നാടകങ്ങളാണ് ഈ നടത്തുന്നത്? എന്തൊക്കെയാണ് ഈ പാർട്ടി പറയുന്നത്? എപ്പോഴും പറയാറുള്ളത് പോലെ ഒന്നുകൂടെ പറയുക, കേരളത്തിലെ ജനങ്ങളെത്ര പൊട്ടന്മാരല്ലെന്ന്. ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ, ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. അത് മനസ്സിലാക്കി വേണം അവരുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള വിഡ്ഢിവേഷങ്ങൾ എഴുന്നള്ളിക്കാൻ. അത് ഈ പാർട്ടി മനസ്സിലാക്കണം. സെക്രട്ടേറിയറ്റിനെ പറ്റി ഏറ്റവും അവസാനം വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ചില സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കൊക്കെ നാവിന് എല്ല് വെച്ച് തുടങ്ങിയെന്നാണ്, അവർ സംസാരിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്.
അതിലെ ബഹുഭൂരിപക്ഷം ആളുകളും പിണറായി വിജയൻ ഹാൻഡ് പിക്ക് ചെയ്തവരാ, അദ്ദേഹം തിരഞ്ഞെടുത്തവരാ. ചെറുപ്പക്കാരെ ധാരാളം പേരെ വെച്ചു. ഒരു നല്ല നീക്കമായിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം മരുമകനെ കൂടെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പാർട്ടിയിലെ ചില യുവ നേതാക്കളുണ്ട്, അവരെ ഒഴിവാക്കിയിട്ട് മരുമകനെ മാത്രം കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടി. മിടുക്കന്മാരായ ആളുകൾ, ഇപ്പോൾ അവരുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. അവരെല്ലാവരും പക്ഷേ പിണറായിയുടെ ആളുകളായിരുന്നു. പിണറായി സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവന്നവർ ആയിരുന്നു. ഈ അവിടെ കാര്യമായ വിമർശനം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ സംസാരിച്ച് കാണണമല്ലോ. സംസാരിക്കാതെ പറ്റില്ലല്ലോ. തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈ പാർട്ടി തീർന്നു പോകും, ഇത് അവസാനിച്ചു പോകും. ഇത് ത്രിപുരയിലെ പാർട്ടി പോലെ അല്ലെങ്കിൽ ബംഗാളിലെ പാർട്ടി പോലെയാകും. അത് ഈ ചെറുപ്പക്കാർക്കറിയാം, അല്ലെങ്കിൽ അവിടുത്തെ ഈ സെക്രട്ടേറിയറ്റുള്ള അംഗങ്ങൾക്കറിയാം. പിണറായിക്കും അറിയാം, എം പി ഗോവിന്ദൻ മാഷ്ക്കും അറിയാം. പക്ഷേ അവരത് സമ്മതിക്കത്തില്ല. അവരിപ്പോഴും പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നാണ്. ന്യൂനപക്ഷ ഏകീകരണം പാർട്ടിക്കെതിരായിട്ട് സംഭവിച്ചിട്ടില്ലെന്നാണ്. പിന്നെ എന്താണ് പരാജയ കാരണമെന്ന് ചോദിച്ചാൽ അതോട്ട് അറിയത്തുമില്ല, അല്ലെങ്കിൽ അതോട്ട് പറയുന്നുമില്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ ഉണ്ടായേ പറ്റൂ. തിരുത്തലിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉയർന്നേ പറ്റൂ. അത് CPM പോലുള്ള ഒരു ഓർഗാനിക്കായ പാർട്ടിക്ക് മസ്റ്റായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഈ സെക്രട്ടേറിയറ്റ് തന്നെ ഒന്ന് ചർച്ച ചെയ്തു ഒന്ന് വരുത്തി തീർക്കാനുള്ളൊരു നീക്കമായിരുന്നു. 4 മണിക്ക് മുമ്പ് തീർക്കണം. അത് കഴിഞ്ഞ് ഭയങ്കര തിരക്കാ പാർട്ടി നേതാക്കന്മാർക്ക്. ഭൂരിപക്ഷം കിട്ടിയിട്ട് നിൽക്കുകയാണല്ലോ. ഘടകകക്ഷികളുമായി മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടത്തണം, സ്വന്തം പാർട്ടിയുടെ മന്ത്രിമാരെ തീരുമാനിക്കണം. ഭയങ്കര തിരക്കാണല്ലോ. അതുകൊണ്ട് 4 മണിക്ക് മുമ്പ് അങ്ങ് നിർത്താൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അവിടുത്തെ അംഗങ്ങൾ പറഞ്ഞപ്പോൾ നോ അത് നടക്കത്തില്ല, ചർച്ച വിശദമായിട്ട് തന്നെ വേണം, ഇന്ന് പറയാനുള്ളതൊക്കെ പറയണം. അങ്ങനെ 13 മണിക്കൂർ ആ യോഗം ചേർന്നെന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. രാത്രി 11 വരെ നമ്മുടെ പിണറായി വിജയൻ കാര്യമായ അഭിപ്രായ പ്രകടനങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും ചില സംശയങ്ങളൊക്കെ ഉയർന്നപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞതൊഴിച്ചാൽ പരാജയ കാരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും അദ്ദേഹം പോയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം 11 മണി വരെ ആ യോഗത്തിൽ പങ്കെടുത്തു. ഇത്രയും പ്രായമുള്ള ഒരാൾ 11 മണി വരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ അവിടെ ഗൗരവതരമായ വിമർശനാത്മകമായ ചർച്ചകൾ ഉണ്ടായി. അവിടെ ഗൗരവമുള്ള ചർച്ചകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ പിണറായിക്കും ഗോവിന്ദൻ മാഷ്ക്കും എതിരായിട്ട് വിമർശനമുണ്ടായി എന്ന് തന്നെയാണ് അർത്ഥം. വേറെ എന്ത് ചർച്ച ചെയ്യാനാ? സർക്കാരിൻ്റെയും പാർട്ടിയുടെയും വീഴ്ചകൾ, പരാജയങ്ങൾ, അതല്ലാതെ പിന്നെ എന്താ ചർച്ച ചെയ്യുന്നത്? അപ്പോൾ അത് നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നു. പിണറായി വിജയൻ്റെ സൗകര്യത്തെ മുൻനിർത്തി തിരുവനന്തപുരത്താണ് നടന്നത്. അവിടെ അംഗങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വെള്ളാപ്പള്ളി അങ്ങനെ അഴിച്ചുവിടരുതെന്ന് നേരത്തെ തന്നെ ആലപ്പുഴ ജില്ലാ നേതൃയോഗങ്ങളിൽ പറഞ്ഞിരുന്നതാണ് എന്ന് ഈ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത അംഗങ്ങൾ ഓർമ്മിപ്പിച്ചു. നിലയ്ക്ക് നിർത്തണം വെള്ളാപ്പള്ളിയെ. അദ്ദേഹം CPMൻ്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരായിട്ട് നടത്തിയ പ്രസ്താവനകൾ അത് CPMന് ദോഷമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, ചാണക്യ ബുദ്ധിയുടെയൊന്നും ആവശ്യമില്ല. എന്നിട്ടെന്താ പിണറായി വിജയൻ ചെയ്തത്? ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് സ്വന്തം കാറിൽ, പിണറായി വിജയൻ്റെ കാറിൽ മറ്റൊരു മന്ത്രി പോലും കയറുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. മറ്റൊരു പാർട്ടി നേതാവ് അതിലിരിക്കുന്നത് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ആ കാറിൽ വെള്ളാപ്പള്ളി നടേശനെയും കൊണ്ട് ഈ സമ്മേളന വേദിയിലേക്ക് വരുന്നതാണ് കണ്ടത്. എന്താ കേരളത്തിലെ ന്യൂനപക്ഷ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ടപ്പോൾ എന്താ ചിന്തിക്കുക? അതാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില അംഗങ്ങൾ ഉന്നയിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം വന്നു എന്ന് പാർട്ടി തന്നെ പറയുന്നു. ഇനി പ്രതീക്ഷിക്കാവുന്നത് സംസ്ഥാന കമ്മിറ്റിയാണ്. അത് ഈ മാസം 12, 13 തീയതികളിലൊക്കെ ആയിട്ട്, അതോ 13, 14 തീയതികളിലൊക്കെ ആയിട്ട് ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുള്ള പേടി സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങൾക്കുണ്ടാവണമെന്നില്ല. കാരണം അവരൊക്കെയാണ് താഴെ ലെവലിൽ അടിത്തട്ടിൽ നിന്ന് പണിയെടുക്കുന്നത്. അവരാണ് അണികളോട് മറുപടി പറയേണ്ടത്. അവരെയാണ് ഈ തോൽവി ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ മുകൾ അറ്റത്തിരിക്കുന്നവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല. അവരെ ഈ നേതൃത്വം നൽകുന്ന വലിയ സുഖ സൗകര്യങ്ങളിൽ
ആർഭാടങ്ങളിലൊക്കെ ജീവിക്കുന്നവരാ. പക്ഷേ യഥാർത്ഥ അണികളുമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് കൂടുതൽ വേദനയുണ്ടാവും, സങ്കടവും ഉണ്ടാവും, കരച്ചിലുണ്ടാവും. അതൊരു പക്ഷേ ആ യോഗത്തിൽ പ്രകടമായി കൂടുന്നില്ല. അങ്ങനെ ആരെങ്കിലും സംസാരിക്കാൻ തയ്യാറായാൽ, അതൊരു ചെറുകാറ്റായിട്ട് പിന്നീട് ഒരു വലിയ കാറ്റായിട്ട് മാറിയാൽ ഈ പാർട്ടി നന്നാവാനുള്ള ലക്ഷണങ്ങൾ തെളിഞ്ഞു വരും. മിടുക്കരായിട്ടുള്ള നേതാക്കൾ ഈ പാർട്ടിക്കുണ്ട്. എല്ലാം കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ ഒഴിവാക്കിയിട്ട് ഞാൻ മാത്രമാണ് പാർട്ടി, ഞാൻ കവിഞ്ഞൊന്നും ഈ പാർട്ടിയിലില്ല, ഉണ്ടാവാൻ പാടില്ല, ആ മനോഭാവം വെടിഞ്ഞ് പുതിയ നേതൃത്വം കടന്നു വന്നാൽ അണികളുണ്ടാ പാർട്ടിക്ക് മാസസ് യാതൊരു സംശയമില്ല ഒരു തിരിച്ചുവരവിന് സാധിക്കും. അടിയന്തരമായിട്ട് ഈ പാർട്ടി ചെയ്യേണ്ടത് സത്യസന്ധരാവുക എന്നുള്ളതാണ്. സത്യം പറയണം. എന്തുകൊണ്ട് തോറ്റുവെന്ന് നിങ്ങൾ ജനങ്ങളോട് സത്യം പറയണം. എന്നിട്ട് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാവും.